Hello friends, welcome to Appz corner. ഇന്ന് നമുക്ക് കുക്കുംബർ വെച്ചിട്ടൊരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടൊമാറ്റോ ഫ്ലവറിൻ്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. ഇനി നമുക്ക് കുക്കുംബർ വെച്ചിട്ട് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കുംബർ എടുക്കുക. എന്നിട്ട് ഈ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ പോർഷൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് വളരെ കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടായാലും ചെയ്താൽ മതി. ഇങ്ങനെ കുറച്ച് പീസസ് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 പീസസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ച പീസസ് ഓരോന്നായിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ പൂവിൻ്റെ ഷേപ്പിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട് ഒരു കുക്കുംബറിൻ്റെ പോർഷൻ കുറച്ച് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻസ് എല്ലാം എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ പൂവ് നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഈ പോർഷൻ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫുൾ പോർഷൻസും ഇതുപോലെ തന്നെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ വരുന്ന പീസ് എടുത്ത് മാറ്റാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ താഴെ വയ്ക്കാനായിട്ട് കുക്കുംബറിൻ്റെ കുറച്ച് പോർഷൻ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം മാറ്റി നിർത്തിയിട്ട് താഴെയുള്ള കുറച്ച് പോർഷൻ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മുറിച്ച പീസസ് എല്ലാം നമുക്ക് ഇങ്ങനെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കുക്കുംബർ ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുക്കുംബർ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെയും ബൈ.